ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആദ്യത്തെ 5 പുസ്തകം നമ്മൾ വായിച്ചു കഴിഞ്ഞു. പഞ്ചഗ്രന്ഥങ്ങൾ: ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന പുസ്തകങ്ങൾ. ഇന്നു മുതൽ നമ്മൾ ജോഷുവയുടെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മോശയ്ക്ക് ശേഷം ജനത്തെ നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ആളാണല്ലോ ജോഷുവ. മോശ അവൻ്റെ മേൽ കൈവച്ച് എല്ലാ അനുഗ്രഹങ്ങളും അവൻ്റെ ആത്മാവിനെയും ജോഷുവായ്ക്ക് നൽകി. ഈ പുസ്തകം അറിയപ്പെടുന്നത് ഈ ജോഷുവയുടെ നാമത്തിൽ തന്നെയാണ്. യഹോവയായ ദൈവം യോശുവയോട് പറഞ്ഞു, മോശ ജനത്തെ നയിച്ചതുപോലെ നീ ധൈര്യമായി ജനത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. യോശുവയ്ക്ക് 2 ദൗത്യങ്ങളാണുള്ളത്. ഒന്ന്, വാഗ്ദത്തം ചെയ്ത കനാൻ ദേശം സ്വന്തമാക്കണം. 2, ആ ദേശത്തിലെ സ്ഥലങ്ങൾ 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുക്കണം. ഈ 2 ഉത്തരവാദിത്വം ആണ് യോശുവയ്ക്കുള്ളത്. അത് നിറവേറ്റുവാൻ ദൈവം യോശുവയോട് പറയുന്നു, നീ ഭയപ്പെടരുത്, നീ ധൈര്യമുള്ളവനായിരിക്കുക. നിങ്ങൾ ചെല്ലുന്ന എല്ലാ സ്ഥലത്തും ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ കാലുകുത്തുന്ന ഇടമൊക്കെയും നിങ്ങളുടേതായി മാറും. ആരും നിങ്ങളെ തോൽപ്പിക്കുകയില്ല. കാരണം ഇതിനു മുമ്പ് മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലമാരെ. പുതിയ നിയമത്തിലും പരിശുദ്ധാത്മാവ് നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ, ദൈവം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ടതായ കാര്യമില്ല. കാരണം നമുക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും, ദൈവം നമ്മെ സംരക്ഷിക്കും. അതിനുള്ള വലിയ ഒരു സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ വചനം. അത് വായിക്കുവാൻ നമുക്കിടയാകണം. അത് വായിക്കുമ്പോൾ വലിയ ധൈര്യവും പ്രത്യാശയും നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ലഭിക്കാൻ കാരണമായിട്ട് തീരും. ഇനി അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ജോഷുവ ഇസ്രായേലിലെ എല്ലാ ഗോത്രപിതാക്കന്മാരെയും അവരുടെ എല്ലാ പ്രമാണിമാരെയും ഒന്നിച്ച് വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, 3 ദിവസത്തിനകം യോർദാൻ നമുക്ക് കടക്കണം. അതിനുള്ള സാധന സാമഗ്രികളൊക്കെ നിങ്ങൾ കരുതിക്കൊള്ളുക. ആരും ഭയപ്പെടാൻ പാടില്ല. 3 ദിവസത്തിനകം യോർദാൻ നമുക്ക് കടക്കണം. രൂബേൻ, ഗാദ്, മനശ്ശെയുടെ പകുതി ഗോത്രം അവരിക്കരെയാണല്ലോ. അവരോട് പറഞ്ഞു, ആ ദേശം നിങ്ങൾക്ക് കൈവശമാക്കാം. പക്ഷേ വാഗ്ദത്ത ദേശം പിടിച്ചെടുക്കുന്നതിന് വരെയും നിങ്ങൾ മറ്റുള്ളവരോടുകൂടി നിങ്ങൾ സഹകരിക്കണം. ആ ദേശം പിടിച്ചെടുക്കുവാൻ നിങ്ങൾ അവരെ സഹായിച്ചതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചു വന്ന ഈ ദേശത്ത് നിങ്ങൾക്ക് താമസിക്കാം. കാരണം ആടുമാടുകളെ മേയ്ക്കാൻ നല്ല പച്ചപ്പുള്ള സ്ഥലമായിരുന്നതിന് മുമ്പ് നമ്മൾ കണ്ടതാണ്. അത് നിങ്ങളുടെ സഹോദരന്മാരെ സഹായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് തിരിച്ചു വന്ന് ഈ ദേശം നിങ്ങൾ സ്വന്തമാക്കാം. അതുവരെയും നിങ്ങളെല്ലാവരും കൂടെ കൂടി വേണം അത് ചെയ്യുവാൻ. അതാണ്, എല്ലാവരും കൂടി എവിടെ ഒരുമിനപ്പെടുന്നുവോ അവിടെയാണ് ദൈവത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഓരോരുത്തർക്കും അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും ഒക്കെ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. എന്നാൽ പോലും സമൂഹത്തിൻ്റെ നന്മയ്ക്കായി, സഭയുടെ നന്മയ്ക്കായി നമ്മൾ ഒരുമിനപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകുന്നതും ശത്രുവാകുന്ന പിശാചിനെ കീഴ്പ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നതും. അതുകൊണ്ട് എവിടെ ഒരുമിനപ്പെടലുണ്ടാകുന്നോ അവിടെയാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി ഒരുമിനപ്പെട്ട് പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് ഇടയായിട്ട് തീരണം. ദൈവം ജോഷുവയോട് ഒരു കാര്യം പറഞ്ഞു, മോശയോട് പറഞ്ഞ നിയമങ്ങളൊക്കെ പാലിച്ചു കൊള്ളണം. അതിന് ഇടത്തോട്ടോ വലത്തോട്ടോ നീ തിരിയാൻ പാടില്ല. ജോഷുവ അപ്രകാരം തന്നെയാണ് ജനത്തെ നയിക്കുന്നതെന്ന് നമുക്കറിയാം. ജനങ്ങളോടിത് പറഞ്ഞപ്പോൾ ജനം ജോഷുവയോട് പറയുന്നുണ്ട്, നീ ധൈര്യമായിരിക്കുക, മോശയെ അനുസരിച്ച പോലെ ഞങ്ങൾ നിന്നെ അനുസരിക്കാം. മോശ ഞങ്ങളെ വഴിനടത്തതുപോലെ നീ ഞങ്ങളെ വഴിനടത്തണം. നീ ധീരനും ശക്തനുമായിരിക്കുക. ജനം
യോശുവയെ അവരുടെ നേതാവിനെ ആശീർവദിക്കുകയാണ്. അവരുടെ പ്രാർത്ഥന അതാണ്. ഇന്നും ജനം സഭയെ നയിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയാണ് അവർക്ക് ശക്തിയും അവർക്ക് എല്ലാവിധമായ ബലവും നൽകുന്നത്. അപ്പം നമുക്ക് വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമനപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഏത് ശത്രുവിനെയും നമുക്ക് കീഴടക്കാൻ സാധിക്കും. ഇനി മുന്നോട്ട് എങ്ങനെയാണ് ഈ ദേശം അവർ കൈവശമാക്കുന്നതെന്നൊക്കെ മുന്നോട്ടുള്ള ചാപ്റ്ററുകൾ നമുക്ക് കാണാം. അതുകൊണ്ട് എല്ലാവരും ഇന്നു മുതൽ ആ യോശുവയുടെ പുസ്തകം ക്രമമായി എല്ലാവരും വായിക്കുക, മറ്റുള്ളവരെ വായിക്കുവാനായിട്ട് നമുക്ക് പ്രേരിപ്പിക്കാം. ഇതിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയമായ ആ ദൂതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.